ഹായ് ഹലോ എല്ലാവർക്കും എജിആർ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന സോപ്പിൻ്റെ കുറച്ച് ഓർഡറുകളാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കുറച്ച് സോപ്പുകൾ നമ്മളിവിടെ മോൾഡിൽ ഒഴിച്ചു വെച്ചിട്ടുണ്ട് സെറ്റ് ആവാനായിട്ട്. അപ്പോൾ ഇതിൽ ഒഴിച്ചു വെച്ചിരിക്കുന്ന സോപ്പുകൾ ആര്യവേപ്പും അതുപോലെ കറ്റാർവാഴയാണ് കേട്ടോ. പിന്നെ ഏകദേശം ഒരു 5 ടൈപ്പ് സോപ്പുകളാണ് നമുക്ക് ഉണ്ടായിരുന്ന ഓർഡറുകൾ. ഇനിയുള്ള സോപ്പുകൾ ശംഖുപുഷ്പമുണ്ട്, അതുപോലെ തന്നെ ആര്യവേപ്പും മഞ്ഞളും വെച്ചിട്ടുള്ള സോപ്പുണ്ട്, പിന്നെ നാൽപ്പാമരാതിക്കാരത്തിൻ്റെ സോപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഏകദേശം ഒരു 5 കിലോത്തിൻ്റെ അടുത്ത് ഗ്ലിസറിൻ ബേസ് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് അരിയാനായിട്ട് എൻ്റെ അനിയന്മാരൊക്കെയാണ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവരെയും ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്ത് നമ്മൾ മെൽറ്റ് ആവാനായിട്ട് വെച്ചിട്ടുണ്ട്. ഡബിൾ ബോയിലിംഗ് മെത്തേഡ് പ്രകാരമാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ കാണുന്ന സോപ്പുകളെല്ലാം നമ്മൾ മേക്ക് ചെയ്ത് സെറ്റായി ഇരിക്കുന്ന സോപ്പുകളാണ് കേട്ടോ. അപ്പോൾ ദേ അങ്ങനെ എല്ലാ സോപ്പുകളും ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് മോൾഡിൽ നിന്ന് റിമൂവ് ചെയ്യുന്നതൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഇതിൽ ആര്യവേപ്പിൻ്റെ സോപ്പ് നമ്മൾ കുറച്ച് മോൾഡിൽ നിന്ന് എടുത്ത് റിമൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സോപ്പ് റിമൂവ് ചെയ്തതിന് ശേഷം വേണം ബാക്കിയുള്ള സോപ്പുകൾ എനിക്ക് അത് ചെയ്തിട്ടുണ്ടായിരുന്ന മോൾഡിൽ ഒഴിച്ചു വെക്കാനായിട്ട്. അപ്പോൾ അത് നമ്മൾ പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. പിന്നെ വരുന്ന സോപ്പ് ഇത് ആര്യവേപ്പിൻ്റെ സോപ്പാണ്. റെക്റ്റാങ്കിൾ ടൈപ്പിലുള്ള മോഡലാണ് ചെയ്തിരിക്കുന്നത്. ഇത് ഏകദേശം ഒരു 120 ഗ്രാമിൻ്റെ ഒക്കെ അടുത്ത് വെയിറ്റ് വരുന്നുണ്ട്. അപ്പോൾ അതങ്ങനെ ആ ഒരു സോപ്പ് നമ്മൾ മോൾഡിൽ നിന്ന് റിമൂവ് ചെയ്തെടുക്കുകയാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ ഓർഡർ എനിക്ക് കിട്ടുന്ന സോപ്പ് ആര്യവേപ്പും അതുപോലെ കറ്റാർവാഴയുടെ സോപ്പുമാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഏകദേശം ഒരു 20 ആര്യവേപ്പിൻ്റെ സോപ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൽ ഒരെണ്ണം ഏകദേശം ഒരു 50 ഗ്രാമിൻ്റെ ഒക്കെ അടുത്താണ് ഉണ്ടായിരുന്നത്. ഈ ഒരു ആര്യവേപ്പിൻ്റെ സോപ്പ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് 2 കിലോ ബേസിലാണ്. 2 കിലോ എന്ന് പറയുമ്പോൾ കറക്റ്റ് 2 കിലോ അല്ല, ഒരു 10-12 ഗ്രാം കൂടുതൽ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മെയിനായിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ ജ്യൂസ് വെച്ചിട്ടാണ് ചെയ്യാറ്. ആര്യവേപ്പിൻ്റെ എല്ലാം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത് അതിലേക്ക് കറ്റാർവാഴയുടെ ആ ഒരു ജെല്ലും ചേർത്തിട്ട് മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ച് അതിൻ്റെ ജ്യൂസ് എടുത്തിട്ടുണ്ടായിരുന്നു. വെള്ളമൊന്നും ചേർത്തിട്ടില്ല. വെള്ളമൊന്നും ചേർക്കാതെയാണ് കേട്ടോ നമ്മൾ മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ട് ആ ഒരു ജ്യൂസ് നന്നായിട്ട് നമ്മൾ ഒരു അരിപ്പയിലോ അല്ലെങ്കിൽ നല്ലൊരു തുണിയിലോ അരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന ഒരു ജ്യൂസും അതിലേക്ക് വൈറ്റമിനുടെ കോൺസെൻട്രേറ്റാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഗ്ലിസറിനും അതുപോലെ റോസ് വാട്ടറും കുറച്ച് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടെ കൂടിയിട്ട് ഒരു 100 ml അടുത്താണ് ഉണ്ടായിരുന്നത്. നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന ജ്യൂസും ചേർത്തിട്ടുണ്ടായിരുന്ന ഓയിൽ എല്ലാം കൂടെ കൂടിയിട്ട് 100 ml ആണ് ഉണ്ടായിരുന്നത്. പിന്നെ അതിലേക്ക് സ്മെല്ലായിട്ട് ചേർത്തിട്ടുണ്ടായിരുന്നത് ലെക്സിൻ്റെ സ്മെല്ലായിരുന്നു. അത് ഏകദേശം ഒരു 2 മണിക്കൂറിൻ്റെ ഒക്കെ അടുത്ത് സെറ്റ് ആവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കൂടുതൽ പേർക്കുള്ളൊരു സംശയമാണ് നമ്മൾ ജ്യൂസ് വെച്ച് ചെയ്യുമ്പോൾ സോപ്പിൻ്റെ ലൈഫ് എത്ര കിട്ടും എന്നുള്ളത്. ഏകദേശം ഒരു 2-3 മാസത്തിൻ്റെ അടുത്ത് കിട്ടും. 2-3 മാസത്ത് പറഞ്ഞാലും പിന്നെ നമ്മളതിൽ ചേർക്കുന്ന ഓരോ ഇൻഗ്രീഡിയൻസിൻ്റെയും ക്വാളിറ്റി അനുസരിച്ചിരിക്കും കേട്ടോ നമ്മുടെ സോപ്പ് എത്ര നാൾ കേടുകൂടാതിരിക്കും എന്നുള്ളത്. അപ്പോൾ അത് അങ്ങനെ നമ്മുടെ ആര്യവേപ്പിൻ്റെ സോപ്പെല്ലാം നമ്മൾ മോൾഡിൽ നിന്ന് റിമൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ബേസൊക്കെ അരിയാനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്ത് എൻ്റെ അനിയന്മാരെന്ന് പറഞ്ഞില്ല, ഒരാളിതേ ഇവൻ കൂട്ടത്തിലില്ലായിരുന്നു കേട്ടോ. പള്ളിപ്പെരുന്നാളിന് പോയേക്കുമായിരുന്നു. പള്ളിപ്പെരുന്നാളെല്ലാം കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നതായിരുന്നു. അപ്പോൾ അതേ ഒരാളിതാണ്, അച്ചു എന്നാണ് പേര്. പിന്നെ അടുത്ത ആളതേ ഇവിടെ അവൻ്റെ തൊട്ടടുത്തിരിക്കുന്ന കേട്ടോ, ഇത് ടുട്ടു. 2 പേർക്കും ക്യാമറയിൽ വരാനായിട്ട് ഭയങ്കര മടിയായിട്ട് അവൻ്റെ ഫേസൊക്കെ പൊത്തി പിടിച്ചേക്കുവാണ്. അപ്പോൾ അതേ ആൾ മോൾഡിൽ നിന്ന് റിമൂവ് ചെയ്ത് തരാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്ന് ചെയ്യണം കേട്ടോ. ടുട്ടു ആണ് കേട്ടോ ഇത്. അപ്പോൾ വേറെ 2 പേരും കൂടെ ഉണ്ട്, കുഞ്ഞും ഉണ്ട്, പിന്നെ ഉണ്ണിക്കുട്ടനും ഉണ്ട് കേട്ടോ. അവർ 4 പേരുമാണ് എനിക്ക് ആ ഒരു 5 കിലോ ബേസ് അരിഞ്ഞു തരാനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ അതങ്ങനെ എല്ലാം മോൾഡിൽ നിന്ന് റിമൂവ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കറ്റാർവാഴയുടെ സോപ്പാണ്. നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്, നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കറ്റാർവാഴയുടെ സോപ്പും നമ്മളൊരു 2 കിലോ ബേസിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 2 കിലോ ബേസ് എന്ന് പറഞ്ഞാലും എപ്പോഴും പറയുന്ന പോലെ തന്നെ ഒരു 10-12 ഗ്രാം കൂടുതൽ എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഏകദേശം നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന ജ്യൂസും ചേർത്തിട്ടുള്ള ഓയിലും എല്ലാം കൂടെ കൂടിയിട്ട് ഒരു 100 ml അടുത്താണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അലോവേരയുടെ തന്നെ സ്മെല്ലാണ് ചേർത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ കാണുന്ന സോപ്പുകൾ ഇതിൽ 3 എണ്ണം ശംഖുപുഷ്പത്തിൻ്റെ സോപ്പും 3 എണ്ണം മഞ്ഞളും ആര്യവേപ്പും വെച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന സോപ്പാണ്. ശംഖുപുഷ്പത്തിൻ്റെ സോപ്പിൽ നമ്മൾ സ്മെല്ലായിട്ട് ചേർത്തിട്ടുണ്ടായിരുന്നത് മസ്കിൻ്റെ സ്മെല്ലായിരുന്നു. അതുപോലെ മഞ്ഞളും ആര്യവേപ്പും ചേർത്തിട്ടുണ്ടായിരുന്ന ഒരു സോപ്പിൽ നമ്മൾ സ്മെല്ലായിട്ട് ചേർത്തിട്ടുണ്ടായിരുന്നത് ലെക്സിൻ്റെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് ഒരു ചെറിയ ക്വാണ്ടിറ്റി മാത്രമാണ് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത് നാൽപ്പാമരാതിക്കാരം വെച്ചിട്ടുള്ള സോപ്പാണ്. ഗോട്ട് മിൽക്കിൻ്റെ ബേസിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ചെറിയ മക്കൾക്കൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സോപ്പാണ് കേട്ടോ. അപ്പോൾ ആ ഒരു സോപ്പ് നമ്മൾ 3 എണ്ണം ചെയ്തിട്ടുണ്ടായിരുന്നു.
ഈ ഒരു സോപ്പ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ നാൽപ്പാമരാതിക്കാരത്തിൻ്റെ ആ ഒരു വെളിച്ചെണ്ണയും അതുപോലെ തന്നെ കുറച്ച് വെജ് ഗ്ലിസറിനും ഒരല്പം റോസ് വാട്ടറും ചേർത്തിട്ടുണ്ടായിരുന്നു. ബേബി ഫ്രാഗ്രൻസ് ഓയിലാണ് ഇതിൽ ചേർത്തിട്ടുണ്ടായിരുന്നത്. ഒരുപാടൊന്നും ചേർത്തിട്ടില്ലായിരുന്നു, ലൈറ്റായിട്ടാണ് ചേർത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കൂടുതലും നമ്മൾ ഓർഡർ കിട്ടുന്ന അനുസരിച്ചാണ് സോപ്പ് ചെയ്യാറ്. അപ്പോൾ ഇത് ശംഖുപുഷ്പത്തിൻ്റെ സോപ്പൊക്കെ നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. എൻ്റെ ഒരു കൈവിരലുകളൊക്കെ ഇതാ ഒരു സോപ്പിൻ്റെ മുകളിലൂടെ നോക്കിക്കഴിഞ്ഞാൽ കാണാവുന്നതാണ്. ഇത് മഞ്ഞളും അതുപോലെ ആര്യവേപ്പും വെച്ച് ചെയ്തിട്ടുണ്ടായിരുന്ന സോപ്പാണ് കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം ഒരു 15 ml നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന ജ്യൂസും ചേർത്തിട്ട് ഓയിൽ എല്ലാം കൂടിയിട്ട് ഒരു 15 ml ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് കറ്റാർവാഴയുടെ സോപ്പാണ്. ഓവൽ ഷേപ്പിലുള്ള മോഡലാണ് ചെയ്തിരിക്കുന്നത്. കാണുമ്പോൾ ഭയങ്കര ചെറുതാണെങ്കിലും ഒരു 100-105 ഗ്രാമിൻ്റെയൊക്കെ അടുത്ത് വെയിറ്റ് വരുന്നുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ അലോവേരയുടെ ജെല്ലിൻ്റെ ഓർഡറും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന എല്ലാ സോപ്പും. കാണുമ്പോൾ തന്നെ നമുക്കും ഭയങ്കരധികം സന്തോഷമാണ്. അതുപോലെ തന്നെ പിന്നെ എല്ലാ സോപ്പിൻ്റെയും വെയിറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ക്ലിംഗ് ഫിലിം വെച്ച് കവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ എല്ലാ സോപ്പിൻ്റെയും വെയിറ്റ് കാണിക്കുന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എല്ലാത്തിൻ്റെ ഒന്ന് കാണിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ പാക്ക് ചെയ്യുമ്പോൾ എല്ലാ സോപ്പിൻ്റെയും വെയിറ്റും കാര്യങ്ങളെല്ലാം നോക്കിയതിന് ശേഷം മാത്രമാണ് പാക്ക് ചെയ്യാറ്. പിന്നെ ഇത് നമ്മൾ ഏറ്റവും എനിക്കൊരു മടിയുള്ള പരിപാടി എന്ന് പറയുന്നത് ക്ലിംഗ് ഫിലിം വെച്ച് കവർ ചെയ്യലാണ്. അപ്പോൾ ബേസ് അരിഞ്ഞു തരാനായിട്ട് അനിയന്മാരുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇത് ഇനി ഒരുപാട് സോപ്പുകൾ കവർ ചെയ്യാനുണ്ട്. അപ്പോൾ കുറച്ചധികം തന്നെ ടൈം വേണം. ക്ലിംഗ് ഫിലിം വെച്ച് കവർ ചെയ്യുമ്പോൾ അത് ചുരുണ്ടുകൂടി ഇങ്ങനെ പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് അങ്ങനെ നമ്മൾ ക്ലിംഗ് ഫിലിം എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ തന്നെ എന്നെ സഹായിക്കാനായിട്ട് എൻ്റെ ചേച്ചി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അമ്മയും അതുപോലെ ചേച്ചിയുടെ പിള്ളേരും അച്ഛനും കൂടിയിട്ട് അവിടെ എൻ്റെ അമ്മയുടെ വീട്ടിൽ പോയേക്കായിരുന്നു കേട്ടോ. പിള്ളേരുണ്ടെങ്കിൽ ഒന്നും ചെയ്യാനായിട്ട് സമ്മതിക്കത്തില്ല. അപ്പോൾ ഇത് ഏകദേശം ഒരു ഉച്ചയൊക്കെ ആയപ്പോഴേക്കും തുടങ്ങിയ പരിപാടിയാണ് ഈ ഒരു സോപ്പ് ഉണ്ടാക്കാനായിട്ട്. വൈകുന്നേരമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നൈറ്റ് ഇരുന്നാണ് ഇതെല്ലാം കവറെല്ലാം ചെയ്ത് വെക്കണത്. അപ്പോൾ ഇത് നമ്മുടെ അടുത്തുനിന്ന് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നൊരു ഓർഡറുകൾ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വൈകുന്നേരം നൈറ്റൊക്കെ ആകുമ്പോഴേക്കും അഭിചേട്ടൻ വരുമ്പോൾ അഭിചേട്ടൻ്റെ കയ്യിൽ കൊടുത്തു വിടാനാണ്. അപ്പോൾ അഭിചേട്ടൻ്റെ കമ്പനിയിലോട്ട് 1-2 ചേട്ടന്മാർക്ക് കൊണ്ടുപോകാനുള്ള സോപ്പുകളുണ്ട്, അല്ലാത്ത കൊടുക്കാനുള്ള സോപ്പുകളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതെല്ലാം പതിയെ ഇരുന്നത് ക്ലിംഗ് ഫിലിം വെച്ച് കവർ ചെയ്യാനുള്ളതാണ് എല്ലാ സോപ്പുകളും. അങ്ങനെ ഇവിടുത്തെ ക്ലിംഗ് ഫിലിം വെച്ചിട്ടുള്ള കവറിങ് ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നൊരു കാര്യമാണ് നമ്മുടെ സോപ്പിൻ്റെ സ്റ്റിക്കറിൻ്റെ കാര്യത്തെക്കുറിച്ച്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ സോപ്പിൻ്റെ സ്റ്റിക്കർ. എൻ്റെ സോപ്പിൻ്റെ പേര് വരുന്നത് ലോറ ഓർഗാനിക് സോപ്പ് എന്നാണ്. അപ്പോൾ അത് അങ്ങനെ നമ്മളിനി സ്റ്റിക്കറിൻ്റെ പരിപാടിയൊക്കെ അവിടെ നമ്മൾ കട്ട് ചെയ്തെടുക്കണം കേട്ടോ ഈ ഒരു സ്റ്റിക്കർ. അപ്പോൾ ഇത് എവിടെ നിന്നാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ കുറേ അധികം കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമുക്കിത് പ്രസ്സിലൊക്കെ ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അത് അങ്ങനെ ഇവിടെ സ്റ്റിക്കർ നമ്മളിങ്ങനെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ എൻ്റെ ചേച്ചിയാണ് അവിടെ ഇരുന്ന് കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ അവിടെ ഇരുന്ന് ക്ലിംഗ് ഫിലിം വെച്ച് സോപ്പുകളെല്ലാം കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അമ്മ ഇവിടെ അടുത്തുണ്ട് കേട്ടോ, പിള്ളേരും ഇവിടെ ഉണ്ട്. അപ്പോൾ അത് പിള്ളേരൊക്കെ ആണെങ്കിൽ ഇതിവിടെ ഒന്നിങ്ങനെ എടുത്തും പിടിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ അത് അങ്ങനെ എല്ലാ സോപ്പും നമ്മൾ ക്ലിംഗ് ഫിലിം വെച്ച് കവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ സോപ്പിൽ സ്റ്റിക്കറും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ സോപ്പിൻ്റെ പേജും കാര്യങ്ങളെല്ലാം നോക്കിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇത് നമുക്ക് കൊടുക്കാനുണ്ടായിരുന്ന ഓർഡർ നമ്മൾ അന്നേരം തന്നെ പാക്കൊക്കെ ചെയ്ത് വെക്കാൻ കേട്ടോ. അപ്പോൾ ഇത് അഭിചാൻ്റെ കൊടുത്തിട്ടുണ്ടായിരുന്ന സോപ്പുകളാണ്. ആര്യവേപ്പിൻ്റെ ഒരു 13 സോപ്പും അതുപോലെ കറ്റാർവാഴയുടെ ഒരു 12 സോപ്പുമാണ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ടോട്ടൽ 25 സോപ്പ് ആ ഒരു കസ്റ്റമർക്ക് ഉണ്ടായിരുന്നു. നമുക്ക് എപ്പോഴും ഓർഡർ തരുന്നൊരു ചേച്ചിയാണ് കേട്ടോ അത്. അപ്പം പിന്നെ ഉണ്ടായിരുന്ന സോപ്പുകൾ ഇവിടെ അടുത്തുനിന്ന് തന്നെയാണ്. ആര്യവേപ്പിൻ്റെ സോപ്പ് ഉണ്ടായിരുന്നു, അതുപോലെ നാൽപ്പാമരാതിക്കാരത്തിൻ്റെ ശംഖുപുഷ്പത്തിൻ്റെ സോപ്പ്. അങ്ങനെ കൊടുക്കാനുള്ളവർക്ക് ഓരോന്നോരോന്ന് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും സോപ്പൊക്കെ മേടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമ്പർ താഴെ കൊടുത്തിട്ടുണ്ടാകും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ സോപ്പ് മേക്കിങ്ങിൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാനായിട്ട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ടാകും. ആ ഒരു നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും, ക്ലാസ്സിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത് ഇത്രയ്ക്കുള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.